അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. 2021 14ാമത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് PV റേഷ്യോ. ദി സെയിൽസ് ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് 2 periods ആർ ആസ് അണ്ടർ. പീരീഡ് 1 സെയിൽസ് 20 lakh, പ്രോഫിറ്റ് 2 lakh. പീരീഡ് 2 സെയിൽസ് 30 lakh, പ്രോഫിറ്റ് 4 lakh. ഇവിടെ PV റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ 2 പീരീഡിലുള്ള ഡാറ്റയാണ് തന്നത്. ഇപ്പോൾ നമ്മൾ PV റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 lakh 2 lakh ആണ്. ഇപ്പോൾ 4 lakh - 2 lakh അതാണ് അതിൻ്റെ ഡിഫറൻസ് ആണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ 30 lakh - 20 lakh ഇതാണ് സെയിൽസിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇൻറ്റു 100. ഇപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 10 lakh × 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 20% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഇക്വേഷൻ അറിയണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അതായത് PV റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇനി 2021 22ാമത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. From the following data, calculate the break-even point expressed in amount of sales. Number of units that must be sold to earn a profit of rupees 1 lakh in a year. സെല്ലിംഗ് പ്രൈസ് 20 per unit ആണ്. വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 10 per unit. വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് 5 per unit. ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് 5,40,000 per year. ഫിക്സ്ഡ് സെല്ലിംഗ് കോസ്റ്റ് 2,52,000 per year. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വേരിയബിൾ കോസ്റ്റ് 2 തന്നിട്ടുണ്ട്. ഇതിന് 2നെയും നമ്മൾ ആഡ് ചെയ്യണം. അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് 2 തന്നിട്ടുണ്ട്. ഇതിനെ 2നെയും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ഓൺ പോയിന്റ് കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്? ബ്രേക്ക് ഓൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ കണ്ടാൽ നമുക്ക് ബ്രേക്ക് ഓൺ പോയിന്റ് കിട്ടും. ഇവിടെ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ കണ്ടെത്തണം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരും? 10 + 5 ആണ്. അതായത് 15 ആണ്. 2 വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 15 എന്ന് കിട്ടും. അതേപോലെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? അപ്പോൾ 7,92,000 നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ഇനി ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 20 ആണ്, 15 ആണ്. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും എന്ത്? കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ബ്രേക്ക് ഓൺ പോയിന്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. എന്താണ്? 7,92,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, ഡിവൈഡ് ബൈ 5 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഇൻറ്റു സെയിൽസ് 3 ആണ്, സെല്ലിംഗ് പ്രൈസ് 20 ആണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ എത്ര കിട്ടും? 31,68,000 എന്ന് വാല്യൂ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് PV റേഷ്യോ കണ്ടെത്തിയിട്ട് ബ്രേക്ക് ഓൺ പോയിന്റ് കണ്ടെത്താം. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. 5 ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 3 ആണ്, 20 ആണ്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 25% എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഓൺ പോയിന്റിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. 7,92,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, ഡിവൈഡ് ബൈ 25%, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 31,68,000 എന്ന് ഇവിടെ എന്ത് കിട്ടും? ബ്രേക്ക് ഓൺ പോയിന്റ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 1 lakh ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അതായത് 7,92,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, 1 lakh ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസൈഡ് പ്രോഫിറ്റ് വന്നത്, ഡിവൈഡ് ബൈ 5 കാണുന്നു. അപ്പോൾ 8,92,000 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1,78,400 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 2021 23ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ABC ലിമിറ്റഡ് ഫോർ ദി ഇയർ 2020. സെയിൽസ് 20,000, വേരിയബിൾ കോസ്റ്റ് 10,000, ഫിക്സ്ഡ് കോസ്റ്റ് 6,000. ഫൈൻഡ് PV റേഷ്യോ, ബ്രേക്ക് ഓൺ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി. ഓൾസോ ഷോ ദി എഫക്റ്റ് ഓഫ് 10% ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം PV റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. PV റേഷ്യോ കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 20,000 ആണ് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ് 10,000 ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 10,000 എന്ന് കിട്ടും. അപ്പോൾ PV റേഷ്യോ കണ്ടെത്താം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. 10,000 ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് 20,000 ആണ്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 50% എന്ന് PV റേഷ്യോയുടെ വാല്യൂ കിട്ടും.
ഇനി ഇവിടെ നമുക്ക് ബ്രേക്ക് വൺ പോയിന്റ് കണ്ടെത്താൻ പറ്റും. ബ്രേക്ക് വൺ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. അതായത് 6000 ആണ് എന്ത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ 50% ആണ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 50 ഡിവൈഡ് ബൈ 100 6000 ഡിവൈഡ് ബൈ 0.5 12,000 എന്ന് ബ്രേക്ക് വൺ പോയിന്റിന്റെ വാല്യൂ കിട്ടും. ഇനി മൂന്നാമത് നമുക്ക് കാണേണ്ട എന്തായിരുന്നു? MOS ആയിരുന്നു. MOS എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് ആണ്. ആക്ച്വൽ സെയിൽസ് ഇവിടെ എത്രയാണ്? 20,000 ആയിരുന്നു. BP സെയിൽസ് 12,000 ആണ്. അപ്പോൾ നമുക്ക് 8,000 എന്ന് MOSന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങളോട് പറയുന്നത് എഫക്റ്റ് ഓഫ് 10% ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് നിലവിൽ 20,000 ആണ്. അതിൻ്റെ 10% എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കണ്ടെത്തണം. പി റേഷ്യോ, BP, MOS കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസ് 20,000 ആണ്. ഇപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് അതിൻ്റെ കൂടെ 10% എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 20,000 പ്ലസ് 20,000ൻ്റെ 10% 2,000 ആണ്. അപ്പോൾ 22,000 ന്യൂ സെയിൽസ് വരും. ഓക്കെ, ഇപ്പോൾ കോൺട്രിബ്യൂഷൻ മാറും. സെയിൽസ് മാറുന്നതുകൊണ്ട് തന്നെ 22,000 നിന്നും വേരിയബിൾ കോസ്റ്റ് 10,000 കുറക്കുന്നു. അപ്പോൾ 12,000 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ പി വി റേഷ്യോ എങ്ങനെ വരും? 12,000 കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. 12,000 ഡിവൈഡ് ബൈ 22,000 × 100 54.55% എന്ന് വരും. ഇനി ബ്രേക്ക് വൺ പോയിന്റ് മാറും. 6,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്? അതായത് ബ്രേക്ക് വൺ പോയിന്റ് റുപ്പീസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. 6,000 ഡിവൈഡ് ബൈ 54.55 അതായത് 6,000 ഡിവൈഡ് ബൈ 0.5455 എന്ന് വരും. അതായത് 54.55 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് 10,999 എന്ന് വരും. അതായത് അത് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 11,000ലേക്ക് വരും. ഇപ്പോൾ MOS എത്രയാണ്? MOS എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും നമ്മൾ BP കുറച്ചാൽ കിട്ടുന്നതാണ്. 22,000 മൈനസ് 11,000 ദാറ്റ് ഈസ് ഈക്വൽ ടു MOS എത്ര വരും? 11,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രണ്ടാമത്തെ എഫക്റ്റിൽ 3 കാര്യങ്ങളും കണ്ടെത്തണം. എന്താണ് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി റേഷ്യോയും BPയും MOSും കണ്ടെത്തണം. അതായത് സെല്ലിംഗ് പ്രൈസ് മാത്രം മാറുന്നു, ബാക്കിയൊന്നും മാറാതെ എന്താണ് മാറ്റം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മൊത്തം ക്ലാസ് കിട്ടാത്തതുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ചാപ്റ്റർ വൈസ് ആയിട്ട് അയച്ചു തരുന്നതാണ്. അതായത് വാട്സപ്പ് നമ്പർ ഇതാണ്, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് അയച്ചു തരുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.